ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം ബി എസ് സിയുടെ വീക്കിലി കറണ്ട് അഫയർസ് സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളോട് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ച നമുക്ക് എക്സാം ആയിരുന്നു, അതുകൂടി ചേർത്ത് അതിലെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, കഴിഞ്ഞ വീക്കിലുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ കൂടി ചേർത്താണ് നമ്മൾ ഈ ആഴ്ചത്തെ വീക്കിലി കറണ്ട് അഫയർ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് മെല്ലെ പ്രവേശിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്നാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്കാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് നമ്മൾ കഴിഞ്ഞ മുന്നിലത്തെ ക്ലാസ്സിലെല്ലാം പഠിച്ചായിരുന്നു, പാലക്കാടായിരുന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊട്ടാരക്കരയിലാണ് നിലവിൽ വന്നത്. അത് 2024 ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് നിലവിൽ വന്നത്. ഇതാര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? കൊട്ടാരക്കര. ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ പിണറായി വിജയനാണ്. എന്നായിരുന്നു? 2024 ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് ഉദ്ഘാടനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്നാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. ഇനി കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? എറണാകുളത്താണ് ഈ പദ്ധതി നമ്മൾ ആരംഭിച്ചത്. എവിടെയാണ്? എറണാകുളത്താണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? എറണാകുളം. അത് പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കേരളമാണ്. ഈ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കാരണം അല്ലെ, ജനങ്ങൾക്ക് ഡോക്ടറിന്റെ കുറിപ്പില്ലാതെ ആന്റിബയോട്ടിക്കുകൾ കൂടുതൽ കൊടുക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നമ്മളൊരു ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ അമൃത് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അടുത്തൊരു വേദിയാണ് കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി എവിടെയെന്നാണ്? അപ്പോൾ കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി ചോദിക്കണമെങ്കിൽ എവിടെയാണ്? കോഴിക്കോടാണ് വേദിയായിരുന്നത്. ഇതുമാതിരി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇത് ഫെബ്രുവരി മാസം 29-ാം തീയതി മുതൽ മാർച്ച് മാസം 2-ാം തീയതി വരെയാണ് ഈ എക്സ്പോ നടക്കുന്നത്. അപ്പോൾ കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി ചോദിക്കണമെങ്കിൽ എവിടെയാണ്? കോഴിക്കോടാണ് വേദി. അടുത്തൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതെന്നാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കണ്ണൂരിലെ തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് ഏത് ജില്ലയിലെന്ന് ഓർക്കുക? കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ, ഇനി ആദ്യ പഞ്ചായത്ത് സാക്ഷരതാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുല്ലമ്പാറ. നമ്മൾ പഠിച്ചു, അത് തിരുവനന്തപുരം ജില്ലയിലാണ് പുല്ലമ്പാറ. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ പുല്ലമ്പാറ, അത് തിരുവനന്തപുരം. എന്നാൽ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂരിലെ തളിപ്പറമ്പാണ്. അടുത്ത ദിവസം നോക്കിക്കോളൂ. കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമം എവിടെയെന്നാണ്? അല്ലെ, കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമമായിട്ട് അറിയപ്പെടുന്നത് നന്ദിയോടാണ്. നന്ദിയോട് ഏത് ജില്ല? തിരുവനന്തപുരം ജില്ലയിലാണ് നന്ദിയോട്. എന്നാൽ നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഷ്റൂം കൂൺ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഹാറിലാണ് കേട്ടോ. നിലവിലെ ഏറ്റവും കൂടുതൽ കൂൺ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രസന്റ്ലി എവിടെയാണ്? ബീഹാർ. ഒരുപക്ഷെ മാറിയെന്ന് വരാം. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കൂൺ ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് നന്ദിയോട്. നന്ദിയോട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി ഒരു പ്രധാന മറ്റൊരു ക്വസ്റ്റ്യൻ, ഓഫീസുകളിൽ ഉച്ചയൂണ് എത്തിക്കുവാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ്? ഓഫീസുകളിൽ ഉച്ചയൂണ് എത്തിക്കുവാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ലഞ്ച് ബെല്ല് എന്ന പേരിലാണ്. അപ്പൊ ലഞ്ച് ബെല്ല് നടപ്പിലാക്കിയത് കുടുംബശ്രീയാണ്. എന്താണ് പ്രത്യേകത? ഓഫീസുകളിൽ ഉച്ചയൂണ് എത്തിക്കുവാനുള്ള പദ്ധതിയാണ് ഈ ലഞ്ച് ബെല്ല്. ഇത് പരീക്ഷണ അടിസ്ഥാനത്തിൽ ആദ്യം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, ഇതിനായിട്ട് കുടുംബശ്രീ ഒരു ഫുഡ് ഡെലിവറി ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അവിടെ ആപ്പിന്റെ പേരാണ് പോക്കറ്റ് മാർട്ട് എന്നാണ്. മാർട്ട്. ഇതിനായിട്ട് ഫുഡ് ഡെലിവറി ആപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പോക്കറ്റ് മാർട്ട് ആപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഓഫീസുകളിൽ ഉച്ചയൂണ് എത്തിക്കുവാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ലഞ്ച് ബെല്ല് എന്ന പേരിലാണ്. ഇതിനായിട്ട് അവര് ആരംഭിച്ചിട്ടുള്ള ഒരു പോർട്ടാണ് പോക്കറ്റ് മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള, ഇതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ആപ്പാണ് പോക്കറ്റ് മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്. ഇത് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ ആരാണ്? കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വീണ്ടും ഒരു പദ്ധതിയാണ്. സംസ്ഥാനത്ത് മാറിയ കാലാവസ്ഥയിൽ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ
സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാൻ കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. അല്ലെ, നമുക്കിപ്പോൾ ചൂട് കൂടുതലാണ്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുന്നു, വെള്ളം കുടിക്കുന്നുണ്ട് അറിയുവാൻ, അവർ കുടിക്കുന്നുണ്ട്, ദാഹജലം കുടിക്കുന്നുണ്ട് എന്നറിയുവാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് വാട്ടർ ബെല്ല് എന്ന് പറയുന്ന പദ്ധതി. നമുക്ക് ആ പദ്ധതി പെട്ടെന്ന് കിട്ടും, നമുക്ക് വാട്ടർ ജലം ബെല്ല് അത് പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? സംസ്ഥാനത്ത് മാറിയ കാലാവസ്ഥയിൽ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാൻ കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വാട്ടർ ബെല്ല്. നമുക്കറിയാം, വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന നിലവിൽ ആരാണ്? വി ശിവൻകുട്ടിയാണ്. കുട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന എന്തെന്നാണ്? അല്ലെ, ഈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഓൺലൈൻ പോർട്ടുണ്ട്. നമുക്ക് ഓൺലൈൻ വഴി ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യുവാനായിട്ട് എവിടെ നിന്നാണ്? വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടാണിത്. ഇത് എന്ത് ചെയ്യുന്നു? വില്ലേജ് ഓഫീസുകളിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ള വിവരത്തെ തുടർന്ന് വിജിലൻസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സുതാര്യ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സുതാര്യ വിജിലൻസ് എവിടെ നടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? വില്ലേജ് ഓഫീസുകളിൽ നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ എന്ന് പറയുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ ഓപ്പറേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്പറേഷൻ സുതാര്യ എന്നാണ് പറയുന്നത്. അതിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സുതാര്യ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനോട് നോക്കിക്കോളൂ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രഥമ പരിഗണന നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പുനരധിവാസ ഗ്രാമ പദ്ധതി ഏതെന്നാണ്? അല്ലെ, കാസർഗോഡ് ജില്ലയിലാണ് എൻഡോസൾഫാൻ ബാധിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ രണ്ട് ഗ്രാമങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. പെട്ര, ഏതൊക്കെയായ 2 ഗ്രാമങ്ങൾ? പെട്ര, സ്വർഗ എന്ന് പറയുന്ന 2 ഗ്രാമങ്ങൾ. സോ അതുമായി ബന്ധപ്പെട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രഥമ പരിഗണന നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പുനരധിവാസ ഗ്രാമം പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സഹജീവനം സ്നേഹഗ്രാമം. അല്ലെ, സഹജീവനം സ്നേഹഗ്രാമം ഓർത്ത് വെച്ചേക്കുക, നമ്മളോട് ചോദിക്കാം. പ്രത്യേകിച്ച് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കൂടിയായതുകൊണ്ട് അല്ലെ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി അത് സ്നേഹസാന്ത്വനമാണ്. സ്നേഹസാന്ത്വനം അല്ലെ. PSC നമ്മളോട് എൻഡോസൾഫാന്റെ കെമിക്കൽ രാസസൂത്രം നമ്മളോട് ചോദിച്ചിട്ടില്ലേ? C9H6Cl6O3S ആണ് എൻഡോസൾഫാൻ, ഓർക്കുക. അപ്പൊ ഇവിടെ എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രഥമ പരിഗണന നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പുനരധിവാസ ഗ്രാമം പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് സഹജീവനം സ്നേഹഗ്രാമം എന്ന പേരിലാണ്. അടുത്ത നോക്കിക്കോളൂ, ഒരു പുതിയ പേരാണ്. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേര് എന്തെന്നാണ്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേര് ആണ് ഡോക്ടർ BR അംബേദ്കർ ഭവൻ എന്ന പേരിലാണ്. അല്ലെ, നോക്കിക്കോളൂ. കേന്ദ്ര സർവകലാശാല, കേരള കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നു. സോ അതിന്റെ പേരാണ് എന്തിരുന്ന് പുതിയ പേര് മാറ്റിയിട്ടുണ്ട്? ഡോക്ടർ BR അംബേദ്കർ ഭവൻ എന്ന പേരിലാണ് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, നിലവിൽ അവിടെ ആരാണ് നിലവിലെ വൈസ് ചാൻസലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ KC ബൈജു ആണ്. അവിടുത്തെ നിലവിലെ വൈസ് ചാൻസലർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? KC ബൈജു ആണ് നിലവിലെ വൈസ് ചാൻസലർ. അപ്പൊ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേരെന്താണ്? ഡോക്ടർ BR അംബേദ്കർ ഭവൻ എന്ന പേരിലാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ആരാണ് അവിടുത്തെ വൈസ് ചാൻസലർ? അത് KC ബൈജു ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട് നോക്കാം. കുറച്ച് നിയമനമാണ്. ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിട്ട് അല്ലെ, ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഇതായിരിക്കുന്ന വാസുകിയാണ്. K വാസുകിയാണ് ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. നമുക്കറിയാം, ഗതാഗതം കൈകാര്യം ചെയ്യുന്ന നിലവില് KB ഗണേഷ് കുമാർ ആണ്. ഓർക്കുക, KB ഗണേഷ് കുമാർ ആണ് ഗതാഗതം കൈകാര്യം ചെയ്യുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് റോഷി അഗസ്റ്റിനാണ്. അപ്പോൾ ജലഗതാഗതവും കൈകാര്യം ചെയ്യുന്നത് KB ഗണേഷ് കുമാർ. ജലവിഭവ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോഷി അഗസ്റ്റിനുമാണ്.
നോക്കിയോ, വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരെന്നാണ്. വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് ബിജു പ്രഭാകറാണ്. ഈ വ്യക്തിയാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. അപ്പൊ ഗതാഗത വകുപ്പ് സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ കെ വാസുകി, വ്യവസായ വകുപ്പ് സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ ബിജു പ്രഭാകറാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. ഒപ്പം KSRTCയുടെ നോക്കൂ MD ചുമതലയേറ്റ വ്യക്തിയാണ്. KSRTC MD ആയിട്ട് ചുമതലയേറ്റ വ്യക്തി, MD ആയി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്. അപ്പൊ KSRTCയുടെ നിലവിലെ MD ചോദിക്കുകയാണെങ്കിൽ പ്രമോജ് ശങ്കർ ആണ്. അദ്ദേഹത്തിന്റെ പേര് പ്രമോജ് ശങ്കർ ആണ്. നിലവിലെ KSRTCയുടെ നിലവിലെ MD ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് പ്രമോജ് ശങ്കർ ആണ്. അപ്പൊ ഗതാഗത വകുപ്പ് സെക്രട്ടറി കെ വാസുകിയും വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിജു പ്രഭാകരും KSRTCയുടെ നിലവിലെ MD ആയിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ പ്രമോജ് ശങ്കറാണ്. മറ്റ് പ്രധാനപ്പെട്ട ഒരു 2 നിയമനങ്ങളാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് CEO അല്ലെ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് CEO ആയിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ജോർട്ടി M ചാക്കോയാണ്. ജോർട്ടി M ചാക്കോയാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് CEO ആയിട്ട് ചുമതലയേറ്റത്. ഇനി ഇതിൽ നമുക്കിന്ന് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്. നിലവിൽ ആരാണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി? വി ഹരിനായരാണ് അല്ലെ. വി ഹരിനായരാണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിക്കാം അല്ലെ. നമ്മൾ പഠിച്ചു ഹീരാലാൽ സമരിയ. രണ്ടിലും ഹ ഒന്ന് ഓർക്കുക അല്ലെ, വി ഹരിനായരും ഹീരാലാലും. അപ്പൊ കേന്ദ്രത്തിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ ആരാണ്? അത് ഹീരാലാൽ സമരിയും. കേരളത്തിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് വി ഹരിനായരുമാണ്. അപ്പോ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? വി ഹരിനായരാണ്. ഇനി 2024 റവന്യൂ അവാർഡാണ് അല്ലെ. നിലവിൽ റവന്യൂ കൈകാര്യം ചെയ്യുന്നത് കെ രാജനാണ്. നിലവിൽ റവന്യൂ കൈകാര്യം ചെയ്യുന്നത് കെ രാജനാണ് അല്ലെ. അപ്പോൾ അതില് 2024 റവന്യൂ അവാർഡിലെ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ജെറോമിക് ജോർജ് ആണ്. അപ്പോ ആരാണ് മികച്ച ജില്ലാ കളക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ അവാർഡിലാണ് മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ജെറോമിക് ജോർജ് ആണ്. ജെറോമിക് ജോർജ് എവിടത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ് നിലവില്. ആ തിരുവനന്തപുരം ജില്ലയ്ക്ക് തന്നെയാണ് മികച്ച കളക്ടറേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത്. അവ 2024 റവന്യൂ അവാർഡിൽ മികച്ച കളക്ടറേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? തിരുവനന്തപുരം. മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ച ആരാണെന്ന് ചോദിച്ചാൽ ജെറോമിക് ജോർജ് ആണ്. ജെറോമിക് ജോർജ് എവിടെയുള്ള വ്യക്തിയാണ്? അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ് നിലവില് ജെറോമിക് ജോർജ് എന്ന് പറയുന്നത്. ഇനി ഒരു പുസ്തകം ഒരു ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുകയാണ്. പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന് പറയുന്ന കാവ്യത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ദി ഹോം വെയർ ഫാദർ വാസ് ബോൺ എഴുതിയ വ്യക്തി ആരെന്നാണ് അല്ലെ. മധുസൂദനൻ നായർക്ക് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത ഒരു കൃതിയും കൂടിയാണ് അച്ഛൻ പിറന്ന വീട് എന്ന് പറയുന്ന കവിത. അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് ആർ നന്ദകുമാർ. ഏത് പേരിലാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ദി ഹോം വെയർ ഫാദർ വാസ് ബോൺ എന്നാണ് ഇംഗ്ലീഷിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പിറന്ന വീട് ആരുടെ പുസ്തകം എന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? വി മധുസൂദനൻ നായരാണ്. അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആർ നന്ദകുമാറാണ്. ഏത് പേരിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ദി ഹോം വെയർ ഫാദർ വാസ് ബോൺ ആണ്. മധുസൂദനൻ നായർക്ക് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് അച്ഛൻ പിറന്ന വീട് എന്ന് പറയുന്ന കവിത. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മരണാർത്ഥമുള്ള 38ാമത് മൂലൂർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ് അല്ലെ. 38ാമത് മൂലൂർ പുരസ്കാരം സരസകവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ള 38ാമത് മൂലൂർ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ കെ രാജഗോപാലാണ്. ലഭിച്ച വ്യക്തി ആരാണ്? കെ രാജഗോപാൽ. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് നൽകിയെന്ന് ചോദിക്കുകയാണെങ്കിൽ പതികാലം എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ്. അദ്ദേഹത്തിന്റെ കവിതയാണ് പതികാലം. നമ്മളോട് ചോദിക്കാം പതികാലം എന്ന് പറയുന്ന കവിത ആരുടെ കവിത എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ ചോദിക്കാം. ആരാണ്? കെ രാജഗോപാലിന്റെ കവിതയാണ് അല്ലെ. അപ്പോ സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മരണാർത്ഥമുള്ള മൂലൂർ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 25,001 സമ്മാനത്തുക.
38ാമത് പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 37ാമത് പുരസ്കാരം ലഭിച്ച വ്യക്തി ഷീജ വൈക്കമാണ്. ഓക്കെ, ഷീജ വൈക്കത്തിന്റെ ഏത് കവിതാ സമാഹാരത്തിന് നൽകിയെന്ന്? ശിഖണ്ഡിനി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് 37ാമത് മൂലൂർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇത് 38ാമത് മൂലൂർ പുരസ്കാരമാണ്. ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? കെ രാജഗോപാലാണ്. ഏതാണ് കൃതി? പതികാലമാണ്. 37ാമത്തെ പുരസ്കാരം ആർക്ക് നമ്മൾ നൽകിയായിരുന്നു? അത് ഷീജ വൈക്കം. ഏതാണ് കൃതി? ശിഖണ്ഡിനി. ശിഖണ്ഡിനി എന്ന് പറയുന്നതും ഏത് തന്നെയാണ്? കവിതയാണ്. സമ്മാനതുക 25,001 സമ്മാനതുക 25,001. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു വൈറസിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു ഫംഗസിനെ കണ്ടെത്തിയിരിക്കുകയാണ്. വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിനു സമീപത്തെ കാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ഏതെന്നാണ്? അപ്പോൾ വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിനു സമീപത്തെ കാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന്റെ പേര് ഓർക്കുക. ഗോമസ് സാമൂരിനോറം എന്നാണ്. അല്ലെ, സാമൂരിനോറം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സാമൂതിരിയുമായിട്ടുള്ള സ്മരണാർത്ഥത്തിന് തന്നെയാണ് ഇതിന് ഒരു ഫംഗസിന് ഈ പേര് നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിന് സമീപത്തെ കാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോമസ് സാമൂരിനോറം എന്ന് പറയുന്നത് ഈ കാണുന്ന ഫംഗസ് ആണ്. ഗോമസ് സാമൂരിനോറം എന്ന് പറയുന്ന ഫംഗസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. 2024 ഫെബ്രുവരി 16 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി നൽകിയ മഹാരാഷ്ട്രയിലെ തുറമുഖം ഏതെന്നാണ്? അല്ലെ, മഹാരാഷ്ട്രയിൽ അടുത്തൊരു തുറമുഖം വരാൻ പോവുകയാണ്. വധവൻ തുറമുഖമാണ്. നമ്മളോട് ചോദിക്കാം വധവൻ പോർട്ട് ഏത് സ്റ്റേറ്റിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ്? മഹാരാഷ്ട്രയിലാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ 2024 ഫെബ്രുവരി 16 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി നൽകിയ മഹാരാഷ്ട്രയിലെ തുറമുഖം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വധവൻ പോർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്തൊരു പദ്ധതിയാണ്, തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. 2024 തമിഴ്നാട് സർക്കാർ അടുത്ത 2 വർഷത്തിനുള്ളിൽ ദാരിദ്ര്യത്തിനെതിരെ പോരാടാൻ തീരുമാനിച്ച പദ്ധതി ഏതെന്നാണ്? തമിഴ്നാട്ടിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതിനോടൊപ്പം അവതരിപ്പിച്ച ഒരു വലിയൊരു പദ്ധതിയാണ് തായുമാനവർ പദ്ധതി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ ഒരു സാംസ്കാരിക നായകനാണ് തായുമാനവർ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത്? തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. 2023 തമിഴ്നാട് സർക്കാർ അടുത്ത 2 വർഷത്തിനുള്ളിൽ ദാരിദ്ര്യത്തിനെതിരെ പോരാടുവാൻ തീരുമാനിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? തായുമാനവർ പദ്ധതിയാണ്. നോക്കിക്കോളൂ. ഇനി മറ്റൊരു സ്കിൽ ഇന്ത്യ സെന്റർ വന്നതാണ്. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് എവിടെയെന്നാണ്? രാജ്യത്തെ തന്നെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ സാമ്പൽപൂർ ഏത് സ്റ്റേറ്റിലെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഒഡീഷയിലാണ്. അപ്പൊ രാജ്യത്തെ തന്നെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ ആണ് നിലവിൽ വന്നത് സാമ്പൽപൂർ. ഇതാര് ഉദ്ഘാടനം ചെയ്തു? സ്കിൽ ഇന്ത്യ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്തത്. ധർമ്മേന്ദ്ര പ്രധാനാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനാണ് ഇതെന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഒപ്പം ഒഡീഷയിലെ മറ്റൊരു പദ്ധതിയാണ് 18നും 35 വയസ്സിനും പ്രായമുള്ളവർക്കും വളർന്നു വരുന്ന സംരംഭകർക്കും 1 ലക്ഷം രൂപ വരെ പലിശരഹിത ബാങ്ക് വായ്പ നൽകാൻ ഒഡീഷ സർക്കാർ ആരംഭിച്ച പദ്ധതി എന്നതാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. 18നും 35 വയസ്സിനും പ്രായമുള്ളവർക്കും വളർന്നു വരുന്ന സംരംഭകർക്കും 1 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുവാൻ ഒഡീഷ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്വയം യോജന 2024. സ്വയം യോജന 2024 പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷയാണ്. ആ ഒഡീഷയിലാണ് രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്ററും നിലവിൽ വന്നത്. ഇനി 2024 പ്രഖ്യാപിച്ച ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്, അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അല്ലെ, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമല്ല, ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2024 അതിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരുന്ന ആരെയാണ്? ഷാരൂഖ് ഖാൻ ആണ്. ഷാരൂഖ് ഖാന്റെ ഏത് സിനിമ? ജവാൻ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനാണ്. അല്ലെ, അപ്പൊ മികച്ച നടൻ ചോദിച്ചു കഴിഞ്ഞാൽ ഷാരൂഖ് ഖാനും, മികച്ച നടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ റാണി മുഖർജിയുമാണ് മികച്ച നടി. റാണി മുഖർജിയുടെ ഏത് സിനിമയ്ക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ മിസ്സിസ് ചാറ്റർജി വെസ്റ്റ് നോർവേ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനാണ്
റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നടൻ ഷാരൂഖ് ഖാൻ, നടി റാണി മുഖർജി. മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ജവാൻ തന്നെയാണ്. മികച്ച ചിത്രം ഏതാണ്? ജവാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഇനി ഇതിൽ ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2024 മികച്ച ഷോർട്ട് ഫിലിം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലാണ്. മികച്ച ഷോർട്ട് ഫിലിം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ്. ഇനി മികച്ച സംവിധായകൻ ആരെന്നാണ്? മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് സന്ദീപ് റെഡ്ഡിയാണ്. മികച്ച സംവിധായകൻ സന്ദീപ് റെഡ്ഡിയാണ്. ഇനി മോസ്റ്റ് വെസ്റ്ററൽ ആക്ടറസ് ആയിട്ട് തിരഞ്ഞെടുത്തത് നയൻതാരയാണ്. മോസ്റ്റ് വെസ്റ്ററൽ ആക്ടറസ് ആയിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? നയൻതാരയും. നമുക്കിതിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, സംഗീത മേഖലയിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ്? അപ്പൊ 2024 ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? KJ യേശുദാസ് ആണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതെന്ത് ചെയ്യുക? നമ്മൾ ഓർത്ത് വെച്ചേക്കുക. സംഗീത മേഖലയിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അത് KJ യേശുദാസ് ആണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. വീണ്ടും നമ്മൾ 58ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അല്ലെ. ഇന്ത്യയിലെ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ആ 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 2 വ്യക്തികൾക്കാണ് ഇപ്രാവശ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം. ആ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 2 വ്യക്തികൾ, ഒന്ന് ഗുൽസാറാണ് അല്ലെ, ഉറുദു സാഹിത്യകാരനായിട്ടുള്ള ഗുൽസാറിനാണ്. ഒന്ന് ഉറുദു സാഹിത്യകാരനാണ്. മറ്റൊന്ന് ജഗദ്ഗുരു രാംഭദ്രാചാര്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം സംസ്കൃതമാണ്. ഇദ്ദേഹത്തിന് ഏത് ഭാഷയ്ക്കാണ്? സംസ്കൃതത്തിനാണ് അല്ലെ. അപ്പൊ ഉറുദു ഭാഷയിലെ എത്രാമത്തെ വ്യക്തിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിച്ചാൽ 5ാമത്തെ വ്യക്തിയാണ് ഗുൽസാറും. സംസ്കൃത ഭാഷയിലെ 2ാമത്തെ വ്യക്തിയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന സംസ്കൃതത്തിലെ 2ാമത്തെ വ്യക്തിയാണ് ജഗദ്ഗുരു രാംഭദ്രാചാര്യ എന്ന് പറയുന്നതും അല്ലെ. അപ്പോ 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. തീർച്ചയായിട്ടും നമ്മളോട് ചോദ്യം പ്രതീക്ഷിക്കാം. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2 വ്യക്തികൾക്കാണ്. ഒന്ന് ജഗദ്ഗുരു രാംഭദ്രാചാര്യ, മറ്റൊന്ന് ഗുൽസാറിനാണ്. ഗുൽസാർ ഏത് ഭാഷ? ഉറുദു. ജഗദ്ഗുരു ഏത് ഭാഷ? സംസ്കൃതമാണ്. അപ്പൊ 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാമോദർ മൗസയ്ക്കാണ് അല്ലെ. മൗസോ പഠിച്ചു. ഇദ്ദേഹം ഏത് ഭാഷയാണ്? കൊങ്കിണി സാഹിത്യകാരനാണ് ദാമോദർ മൗസോ. അപ്പൊ 57ാമത് പുരസ്കാരം ദാമോദർ മൗസയ്ക്കും 58ാമത് പുരസ്കാരം ഇവിടെ 2 വ്യക്തികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിരിക്കുന്നത്. അടുത്ത് നോക്കിക്കോളൂ. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷന്റെ കീഴിൽ ഹർ ഘർ ജലിന്റെ 100% പൂർത്തീകരിച്ച ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ഏതാണ്? വടക്കു കിഴക്കൻ സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഗ്രാമപ്രദേശങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. അതിന്റെ ഹർ ഘർ ജലിന്റെ 100% പൂർത്തീകരിച്ച ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. നമ്മൾ ക്ലാസ്സിൽ ജൽജീവൻ മിഷൻ പോയതാണ്. ജൽജീവൻ മിഷൻ പൂർത്തീകരിച്ച ജൽജീവൻ മിഷൻ 100% ഗ്രാമപ്രദേശങ്ങളിൽ പൂർത്തീകരിച്ച ആദ്യ സംസ്ഥാനം നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? ഗോവയാണ് അല്ലെ. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷന്റെ കീഴിൽ ഹർ ഘർ ജലിന്റെ 100% പൂർത്തീകരിച്ച ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് അരുണാചൽ പ്രദേശ് ആണ്. അടുത്തൊരു നിയമനമാണ്. ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്? ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദിഗ്വേദിയാണ് അല്ലെ. നിലവിലുള്ള മേധാവി ആരെന്ന് നമുക്കറിയാം, മനോജ് പാണ്ഡെയാണ് അല്ലെ. മനോജ് പാണ്ഡെ ഈ വർഷം ചുമതലയിൽ നിന്നും മാറുകയാണ്. ശേഷം ആര് ഇന്ത്യൻ കരസേനയുടെ മേധാവിയായി ചുമതലയേക്കും? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കും? ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദിഗ്വേദി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഇദ്ദേഹം മാറുന്ന സമയത്ത് ഇദ്ദേഹമായിരിക്കും എന്ത് ചെയ്യുന്നത്? നിലവിൽ നമ്മുടെ ഇന്ത്യൻ കരസേനയുടെ മേധാവിയായിട്ട് ചുമതലയേൽക്കുന്നത്. അടുത്തൊരു നിയമനമാണ്. BBC പുതിയ ചെയർമാനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ BBC പുതിയ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജൻ, BBC നമുക്കറിയാം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആണ് BBC. BBC ചെയർമാനായിട്ട്
നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ സമീർ ഷായാണ് ചുമതലയേറ്റത്. ഡോക്ടർ സമീർ ഷാ. അടുത്ത വീണ്ടും ഒരു വിദഗ്ധ ചുമതലയേൽക്കുകയാണ്. ലോക ബാങ്കിന്റെ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയുടെ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസിലെ ലോകബാങ്കിന്റെ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയുടെ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസിലെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റിയ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ലോകബാങ്കിന്റെ കീഴിലുള്ള ഒരു ഓഫീസിൽ ചുമതലയേറ്റിരിക്കുകയാണ്. ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗീതാ ബത്രയാണ്. വ്യക്തിയുടെ പേര് ഓർക്കുക, ഗീതാ ബത്രയാണ്. നമ്മളോട് ഒരുപക്ഷെ ചോദിക്കാം. അപ്പൊ ലോകബാങ്കിന്റെ ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റിയുടെ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസിലെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ആരാണ്? ഗീതാ ബത്രയാണ്. ഗീതാ ബത്ര. ഇനി മറ്റൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോക്പാലിന്റെ ചെയർപേഴ്സണായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ് അല്ലെ. ലോക്പാൽ നമുക്കറിയാം, കേന്ദ്രത്തില് അഴിമതി വിരുദ്ധത്തിനുള്ള എതിരെ പ്രവർത്തിക്കുന്നതാണ് ലോക്പാല്. സോ അതിന്റെ ചെയർപേഴ്സണായി ചുമതലയേറ്റ വ്യക്തിയാണ് എം ഖാൻവിൽക്കർ. ഇദ്ദേഹമാണ് എം ഖാൻവിൽക്കർ എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം 2019 മാർച്ച് മാസം 19-ാം തീയതിയാണ് എന്ത് വരുന്നത്, ലോക്പാൽ രൂപീകരിക്കുന്നത്. ആദ്യ ലോക്പാൽ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പിനാകി ചന്ദ്രഘോഷാണ്. ലോക്പാലിൽ ചെയർമാൻ ആവാനുള്ള യോഗ്യത എന്താണ്? സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളോട് ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അല്ലെ. സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിരിക്കണം ലോക്പാൽ ചെയർമാനുമായിട്ട് വരുന്ന യോഗ്യത. അപ്പൊ നിലവിൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? എം ഖാൻവിൽക്കർ ആണ് നിലവിൽ ഇന്ത്യൻ ലോക്പാൽ ചെയർപേഴ്സണായി ചുമതലയേറ്റ വ്യക്തി. അടുത്ത ഒരു ISROയുടെ ഒരു ദൗത്യമാണ് അല്ലെ. ISRO ദൗത്യം നമ്മൾ 2007 ജനുവരി മാസം 10 വിക്ഷേപിച്ച കാർട്ടോസാറ്റ് 2 നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തിറക്കിയിരിക്കുകയാണ് അല്ലെ. ജനുവരി 10 നമ്മൾ വിക്ഷേപിച്ചതാണ്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദൗത്യം പൂർത്തിയാക്കിയതിനെ തുടർന്ന് ISRO തിരിച്ചിറക്കിയ ഉപഗ്രഹം ഏതെന്നാണ് അല്ലെ. ദൗത്യം പൂർത്തിയാക്കിയതിനെ തുടർന്ന് ISRO തിരിച്ചിറക്കിയ ഉപഗ്രഹം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ കാർട്ടോസാറ്റ് 2 ആണ്. നമ്മളിത് വിക്ഷേപിക്കുന്നത് 2007 ജനുവരി മാസം 10-ാം തീയതിയാണ് നമ്മൾ ഇതിനെ വിക്ഷേപിക്കുന്നു. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2024 ഫെബ്രുവരിയിൽ തിരിച്ചിറക്കിയിരിക്കുകയാണ് അല്ലെ. ഇനി അടുത്തൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ഏതെന്നാണ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ലിഗ്നോസാറ്റ് പ്രോബ് ആണ് അല്ലെ. ജപ്പാന്റേതാണ് ലിഗ്നോസാറ്റ് പ്രോബ്. ജപ്പാനും അമേരിക്കയും സംയുക്തമായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? വിക്ഷേപിച്ചിരിക്കുന്നത്. ബഹിരാകാശ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതെന്ത് ചെയ്യുന്നത്? ലിഗ്നോസാറ്റ് പ്രോബ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ബഹിരാകാശ മലിനീകരണം കുറയ്ക്കുക. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ലിഗ്നോസാറ്റ് പ്രോബാണ്. ഓർക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏതെന്നാണ് അല്ലെ. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ചോദിക്കുകയാണെങ്കിൽ ഒഡീസിയസ് ആണ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏതാണ്? ഒഡീസിയസ് ആണ്. ഇനി നമ്മൾ ഈ ആഴ്ച ചർച്ച ചെയ്യപ്പെട്ട പ്രധാന ഒരു കാര്യമായിരുന്നു ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെ. എല്ലാ വാർത്തയിലും എല്ലാ പത്രത്തിന്റെയും ഫ്രണ്ട് പേജിൽ വന്നൊരു വാർത്തയും കൂടിയാണ്. ഇന്ത്യയുടെ ഗഗൻയാൻ ബഹിരാകാശ സഞ്ചാരിയായി നിയോഗിക്കപ്പെട്ട വ്യക്തികളെ എന്ത് ചെയ്യുന്നു? പ്രധാനമന്ത്രി അവരുടെ പേര് വിവരങ്ങളെല്ലാം നൽകിയായിരുന്നു അല്ലെ. അപ്പൊ ഇന്ത്യയുടെ ഗഗൻയാൻ ബഹിരാകാശ സഞ്ചാരിയായി നിയോഗിക്കപ്പെട്ട വ്യക്തികൾ ആരെന്നാണ്. അതിലൊന്ന് ബാലകൃഷ്ണൻ നായരാണ്. മറ്റൊന്ന് അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാൻഷു ശുക്ല എന്നിവരാണ്. 4 പേരാണ്. ബഹിരാകാശത്തേക്ക് പോകുന്നുള്ള ഇന്ത്യൻ പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി. നമ്മൾ ആ ക്ലാസ്സെല്ലാം നമ്മൾ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഗഗൻയാൻ പദ്ധതി ഏതൊക്കെ രാജ്യങ്ങളാണ്? റഷ്യയും ഫ്രാൻസുമാണ് നമ്മളോട് സഹകരിക്കുന്നത് അല്ലെ. അവിടെ നമ്മൾ VR ലളിതാംബിക നമ്മൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. R ഹട്ടൻ ഉണ്ടായിരുന്നു അല്ലെ. ഇതിലും ഒരു മലയാളി തന്നെയാണ്. ഇതിന് നേതൃത്വം നൽകുന്ന മലയാളി ബാലകൃഷ്ണൻ നായരാണ്. ഇവിടെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആരാണ്? ബാലകൃഷ്ണൻ നായരാണ്. പാലക്കാട് സ്വദേശിയായിട്ടുള്ള ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഗഗൻയാൻ ബഹിരാകാശ സഞ്ചാരിയായി നിയോഗിക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന 4 പേരാണ് പദ്ധതിക്ക്
ആയിരിക്കുന്നത്. പക്ഷേ 4 പേർ ഉണ്ട് എങ്കിലും 3 പേരാണ് യാത്ര ചെയ്യുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെ നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതാണ്. ഇതിന് ആരൊക്കെയാണ് യാത്ര ചെയ്യും എന്ന് നമുക്കിപ്പം പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരുപക്ഷെ 4 പേര് പോകുമായിരിക്കാം, എങ്കിലും 3 പേരാണ് യാത്ര ചെയ്യുന്നത്. 3 പേരാണ്, 4 പേരെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നാം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭാഗമായി തുറക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം ഏതെന്നാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കമാണ്, അല്ലെ? 12 കിലോമീറ്റർ സംതിങ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം T50 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. T50 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കമാണ് ഇത്. ഓക്കെ, അപ്പൊ അത് എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള, എല്ലാം ജമ്മു ആൻഡ് കാശ്മീരിലാണ്. നമ്മളോട് ഒരുപക്ഷെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. T50 എന്ന് പറയുന്നത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭാഗമായി തുറക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം ഏതെന്നാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതെന്നാണ്? അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് 2024 ഫെബ്രുവരി മാസം 25-ാം തീയതിയാണ്. ഏതാണ് ആ പാലം? നമ്മൾ ചർച്ച ചെയ്തതാണ്, സുദർശൻ സേതുവാണ്, അല്ലെ? അറബിക്കടലിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. സുദർശൻ സേതു എന്ന് പറയുന്ന പാലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലമാണ് സുദർശൻ സേതു. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഇത് എത്ര കിലോമീറ്റർ എന്ന് ചോദിക്കുന്നത്? 2.32 കിലോമീറ്റർ ആണ്. 2.32 കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം. ഇത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ഗുജറാത്തിലാണ്. സ്റ്റേറ്റ് ഗുജറാത്തിലാണ്. അപ്പൊ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഓർമ്മയിൽ ഇരിക്കട്ടെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സുദർശൻ സേതു ആണ്. അടുത്തൊരു സൈനിക അഭ്യാസമാണ്. 19 രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടുന്ന 19 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സൈനിക അഭ്യാസമായിട്ടുള്ള ശാന്തി പ്രയാസ് 4ന്റെ വേദി എവിടെയെന്നാണ്? ശാന്തി പ്രയാസ് 4ന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ നേപ്പാളിലാണ്. ശാന്തി പ്രയാസ് 4ന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നേപ്പാളിലാണ്. 19 രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ ഉള്ള 19 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സൈനികാഭ്യാസമായിട്ടുള്ള ശാന്തി പ്രയാസ് 4ന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? നേപ്പാളാണ്. ഇനി മറ്റൊരു സൈനിക അഭ്യാസമാണ് ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നിവരുടെ നാവിക അഭ്യാസമായിട്ടുള്ള ദോസ്തി 60. അതിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ മാലിദ്വീപാണ്. ഒരുപക്ഷെ നമ്മളോട് തരുന്നത് ദോസി 60 എന്ന് പറയുന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ പങ്കെടുക്കാത്ത രാജ്യങ്ങൾ ചോദിക്കാം. ഓപ്ഷനിൽ മാലിദ്വീപ് നമ്മളോട് തരാം. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും മാലിദ്വീപ് ഇന്ത്യയും തമ്മിൽ പോട്ടിയാണ്, അത് എഴുതരുത്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നിവരുടെ നാവിക അഭ്യാസമാണ് ദോസ്തി 60. അതിന്റെ വേദി എവിടെ തന്നെയാണ്? മാലിദ്വീപാണ് വേദിയായിട്ടിരിക്കുന്നത്, മാലിദ്വീപാണ്. അടുത്തൊരു വേദിയാണ് ബയോ ഏഷ്യ ഉച്ചകോടി 2024 12ാമത് എഡിഷന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ഹൈദരാബാദിലാണ്. തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ബയോ ഏഷ്യ ഉച്ചകോടി 2024 21ാമത് എഡിഷന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ 21ാമത് എഡിഷന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ഹൈദരാബാദിലാണ് വേദിയായിരിക്കുന്നത്. അടുത്ത മറ്റൊരു വേദിയാണ് ന്യൂഡൽഹി. നീം സബ്മിറ്റ് 2024 തേർഡ് ഗ്ലോബൽ നീം ട്രേഡ് ഫെയർ, അതിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് വേദി. അപ്പോൾ ബയോ ഏഷ്യ ഉച്ചകോടി വേദി ചോദിച്ചാൽ അത് ഹൈദരാബാദിലും, നീം സബ്മിറ്റ് 2024 തേർഡ് ഗ്ലോബൽ നീം ട്രേഡ് ഫെയറിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ് വേദിയായിരിക്കുന്നത്. ഇനി മറ്റൊരു വേദിയാണ് ഭാരത് ടെക്സ്റ്റ് 2024 എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയുടെ ഭാവി അനാവരണം ചെയ്യുന്ന ആഗോള മെഗാ ടെക്സ്റ്റൈൽ മേളയായിട്ടുള്ള ഭാരത് ടെക്സ് 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇതും ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം ഓൺലൈൻ വഴിയാണ് ഇതെന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇനി മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ, നമുക്കറിയാം റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ഒരു സംസ്ഥാനം കൂടിയായിരുന്നു സിക്കിം. സിക്കിമിന്റെ ആദ്യ റെയിൽവേ ബന്ധിപ്പിക്കാത്ത സിക്കിമില് റെയിൽവേ സ്റ്റേഷൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. സിക്കിമിന്റെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ചോദിക്കണമെങ്കിൽ രംഗ്പോ ആണ്. സിക്കിമിന്റെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് വരാൻ പോകുന്നത് എവിടെയാണ്? രംഗ്പോ ആണ് സിക്കിമിന്റെ ആദ്യ
റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കാത്ത കേരളത്തിലെ 2 ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇടുക്കിയും വയനാടുമാണ്. ഇവയാണ് ഇടുക്കി, വയനാട്. റെയിൽവേ ബന്ധിപ്പിക്കാത്ത കേരളത്തിലെ 2 ജില്ലകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സെൻസസുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ പുള്ളിപ്പുലികളുടെ സ്ഥിതി വിവര കണക്ക് സംബന്ധിച്ച റിപ്പോർട്ട് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതെന്നാണ്. അപ്പൊ നോക്കിക്കോളൂ, ഇന്ത്യയിലെ പുള്ളിപ്പുലികളുടെ സ്ഥിതിവിവര കണക്ക് സംബന്ധിച്ച റിപ്പോർട്ട് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ തന്നെയാണ്? മധ്യപ്രദേശാണ് അല്ലെ. മധ്യപ്രദേശിലാണ്. നമുക്കറിയാം ഇന്ത്യയുടെ കടുവ സ്റ്റേറ്റ്, ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. കടുവകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. അവിടെ തന്നെയാണ് നിലവിൽ എന്ത് കാണപ്പെടുന്നത്? പുള്ളിപ്പുലികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. മറ്റൊരു വേദിയാണ് ഇന്ത്യ അമേരിക്ക പ്രതിരോധ ഉച്ചകോടിയായ ഇൻഡസ് എക്സ് 2024 വേദി എവിടെയെന്നാണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ ഉച്ചകോടിയായിട്ടുള്ള ഇൻഡസ് എക്സ് 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ് വേദിയായിട്ടുള്ളത്. ന്യൂഡൽഹിയാണ്. അടുത്ത ഒരു റാങ്കിംഗ് ആണ്. ഹെൻലി പാസ്പോർട്ട് സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രാം സ്ഥാനമാണ്? അവിടെ 85-ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം 85-ാം സ്ഥാനമാണ്. ഈ റാങ്കിങ് മാറി മാറി വരും. നമ്മൾ 80 ആയിരിക്കും, പിന്നെ 85-ആവും. ഇപ്പം നിലവിൽ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രാം സ്ഥാനമാണ്? 85-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനത്ത് 6 സ്റ്റേറ്റുകളാണ് വരുന്നത്. ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി ഉൾപ്പെടെയുള്ള 6, ജപ്പാൻ ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങളാണ് വരുന്നത് 1-ാം സ്ഥാനത്ത്. ഇന്ത്യയുടെ സ്ഥാനം അറിഞ്ഞിരിക്കുക, 85-ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം. ഒപ്പം മറ്റൊരു റാങ്കിങ് ആണ് 2023 സൈബർ ക്രൈം ടാർഗറ്റിംഗ് റാങ്കിങ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 80-ാം സ്ഥാനം. 2023 സൈബർ ക്രൈം ടാർഗറ്റിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രാം സ്ഥാനമാണ്? അവിടെ 80-ാം സ്ഥാനമാണ്. നമ്മൾ 80-ാം സ്ഥാനത്താണ്. അടുത്തൊരു പുസ്തകമാണ് നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട് അല്ലെ. നീരജ് ചോപ്രയെ നമുക്കറിയാം, ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് നീരജ് ചോപ്ര ദ മാൻ ഹൂ മേഡ് ഹിസ്റ്ററി എന്ന പുസ്തകം. ആര് എഴുതി എന്ന് ചോദിച്ചാൽ നോറിസ് പ്രീതമാണ്. പുസ്തകം ഒരിക്കൽ കൂടി പറയുന്നു, ദ നീരജ് ചോപ്ര ദ മെയിൻ ഹൂ മേഡ് ഹിസ്റ്ററി എന്ന പുസ്തകം ആര് എഴുതി എന്ന് ചോദിച്ചാൽ ആരാണ്? നോറിസ് പ്രീതമാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പ്രവേശിക്കാം. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നീ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. രാഷ്ട്രപതി ഒപ്പുവെച്ചു. നിയമം പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് 2024 ജൂലൈ മാസം 1 മുതലാണ് അല്ലെ. IPC സെക്ഷൻസ് എല്ലാം മാറിയിട്ടുണ്ട്, അധികമായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് നമ്മൾ ക്ലാസ് പോയിട്ടുമുണ്ട്. ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ലോകസഭയിൽ അമിത്ഷാ എന്ന് പറഞ്ഞു. അത് 2023 ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ് അദ്ദേഹം ഇത് ലോകസഭയിൽ അവതരിപ്പിക്കുന്നു. 2023 ഡിസംബറിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം നൽകുന്നു. നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് 2024 ജൂലൈ മാസം 1-ാം തീയതിയാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ നിയമസംഹിതയുമായി ബന്ധപ്പെട്ടതാണ് ഭാരതീയ ന്യായ സംഹിത, നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം, എവിഡൻസ് ആക്ട് എന്നീ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ മാസം 1-ാം തീയതി മുതലാണ്. ഇനി ഒരു രാജിയാണ്. അടുത്തിടെ രാജിവെച്ച പാലസ്തീൻ പ്രധാനമന്ത്രി ഏതെന്നാണ് അല്ലെ. ഗസയും ഇസ്രായേലും തമ്മിലുള്ള ഇസ്രായേലിന്റെ യുദ്ധം നടക്കുകയാണ് ഗസയിൽ. അതുമായി ബന്ധപ്പെട്ട് രാജിവെച്ച പാലസ്തീൻ പ്രധാനമന്ത്രി ചോദിക്കുകയാണെങ്കിൽ മുഹമ്മദ് ഇഷ്തയ്യയാണ് രാജിവെച്ച പാലസ്തീൻ പ്രധാനമന്ത്രി. ആരാണ്? മുഹമ്മദ് ഇഷ്തയ്യയാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 77ാമത് ബാഫ്ത പുരസ്കാരം അല്ലെ. 2024 നൽകിയിരിക്കുന്ന ബാഫ്ത നമ്മൾ 2023 ക്ലാസ്സിൽ പഠിച്ചതാണ്. 2024 ബാഫ്ത പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ബാഫ്ത നമുക്കറിയാം ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡാണ് ബാഫ്ത പുരസ്കാരം. ആർക്കൊക്കെ ലഭിച്ചു നമുക്കൊന്ന് നോക്കാം. അതിൽ മികച്ച നടൻ ചോദിക്കുകയാണെങ്കിൽ സിലിയൻ മർഫിയാണ് മികച്ച നടൻ, സിലിയൻ മർഫി. മികച്ച നടി ചോദിക്കുകയാണെങ്കിൽ എമ്മ സ്റ്റോൺ ആണ്. എമ്മ സ്റ്റോൺ ഏത് സിനിമയുടെ ഏത് അഭിനയത്തിനാണ്? പുവർ തിങ്സ് എന്ന് പറയുന്ന അഭിനയത്തിനും. സിലിയൻ മർഫിക്ക് ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനുമാണ് അദ്ദേഹത്തിന് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത്. മികച്ച സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്പൺഹൈമർ ആണ് മികച്ച സിനിമ. ഏതാണ്? ഓപ്പൺഹൈമർ. അത് സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ നോളൻസ് ആണ് മികച്ച സംവിധാനം.
മികച്ച സംവിധാനം ആർക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കാണ്? ക്രിസ്റ്റഫർ നോളൻസ് ആണ് മികച്ച സംവിധാനം. അപ്പോൾ നടൻ ചോദിക്കുകയാണെങ്കിൽ സിലിയൻ മർഫി, നടി ചോദിച്ചാൽ എമ്മ സ്റ്റോൺ ആണ്. മികച്ച സിനിമ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഓപ്പൺഹൈമർ ആണ്. മികച്ച സംവിധാനം ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ നോളൻസ് ആണ്. ദെൻ മികച്ച ഡോക്യുമെന്ററി ചോദിക്കുകയാണെങ്കിൽ 20 Days in മരിയുപോൾ എന്ന് പറയുന്നതാണ്. റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉക്രൈനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ വിവരിക്കുന്ന ഒരു ചിത്രമാണ്, ഒരു ഡോക്യുമെന്ററിയാണ് 20 Days in മരിയുപോൾ എന്ന് പറയുന്നത്. അതിനാണ് 77ാമത് ബാഫ്ത പുരസ്കാരത്തിലെ മികച്ച ഡോക്യുമെന്ററി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ് അല്ലെ. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഫെബ്രുവരി മാസം 21-ാം തീയതിയാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത് RBI ആചരിക്കുന്ന ഒരു വാരമാണ്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാമ്പത്തിക സാക്ഷരതാ വാരമായിട്ട് ആചരിക്കുന്നത് എന്ന് മുതലെന്നാണ്. അപ്പോൾ RBI സാമ്പത്തിക സാക്ഷരതാ വാരമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി മാസം 26 മുതൽ മാർച്ച് മാസം 1-ാം തീയതി വരെയാണ് RBI സാമ്പത്തിക സാക്ഷരതാ വാരമായിട്ട് ആചരിക്കുന്നത്. എന്താണ് ഇപ്രാവശ്യത്തെ അതിന്റെ തീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് തീം? മേക്ക് എ റൈറ്റ് സ്റ്റാർട്ട്, ബിക്കം ഫിനാൻഷ്യലി സ്മാർട്ട് എന്നുള്ളതാണ് ഇപ്രാവശ്യം നൽകിയിരിക്കുന്ന തീം. അപ്പൊ ഇതൊന്ന് ഓർക്കുക, ഫെബ്രുവരി മാസം 26 മുതൽ മാർച്ച് മാസം 1-ാം തീയതി വരെയാണ് RBI സാമ്പത്തിക സാക്ഷരതാ വാരമായിട്ട് ആചരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന ദിനമാണ് ദേശീയ ശാസ്ത്ര ദിനം അല്ലെ. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നു. നാഷണൽ സയൻസ് ഡേ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. നമുക്കറിയാം CV രാമൻ 1928 ഫെബ്രുവരി മാസം 28-ാം തീയതി അദ്ദേഹത്തിന്റെ രാമൻ എഫക്റ്റ് അവതരിപ്പിക്കുകയാണ്. അതിന്റെ സ്മരണാർത്ഥം 1987 മുതലാണ് നമ്മൾ ഫെബ്രുവരി മാസം 28-ാം തീയതി എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നു. CV രാമന് ഫിസിക്സിന് നൊബേൽ സമ്മാനം നൽകുന്നത് 1930-നാണ്. ഫിസിക്സിന് നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഏഷ്യാക്കാരൻ കൂടിയാണ് CV രാമൻ, ഓർക്കുക. അപ്പൊ എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ്. ഇനി സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് നമ്മൾ സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ മാർച്ച് മാസം 1. അപ്പൊ മാർച്ച് മാസം 1 നമ്മൾ സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന വിയോഗങ്ങളാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി നടൻ ആരെന്നാണ്. അപ്പൊ 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി നടൻ ചോദിക്കുകയാണെങ്കിൽ കലാമണ്ഡലം കേശവൻ നമ്പീശനാണ്. പ്രശസ്ത കഥകളി നടനാണ് കലാമണ്ഡലം കേശവൻ നമ്പീശൻ. അപ്പോൾ നമ്മളോട് ചോദിക്കാം കലാമണ്ഡലം കേശവൻ നമ്പീശൻ ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏത് കലാരൂപമാണ്? കഥകളിയാണ്. ഇനി മറ്റൊരു വ്യക്തിയാണ് 2024 അന്തരിച്ച രാജ്യത്തെ മുതിർന്ന നിയമജ്ഞനും ഗ്രന്ഥകാരനും മുൻ രാജ്യസഭാ അംഗവുമായിട്ടുള്ള വ്യക്തിയാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഫാലി എസ് നരിമാൻ എന്നാണ്. അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. 1991 അദ്ദേഹത്തിന് പത്മഭൂഷണും 2007 രാജ്യം പത്മവിഭൂഷണും നൽകിയ വ്യക്തിയാണ്. 1991 പത്മഭൂഷൺ, 2007 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ച വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. ഫാലി എസ് നരിമാൻ അന്തരിച്ചിരിക്കുകയാണ്. അടുത്ത മറ്റൊരു വിയോഗം, അടുത്തിടെ അന്തരിച്ച മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരെന്നാണ് അല്ലെ. മഹാരാഷ്ട്രയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയും കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മനോഹർ ജോഷി. അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അടുത്തിടെ അന്തരിച്ച മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മനോഹർ ജോഷിയാണ്. നിലവിൽ ആരാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി? അത് ഏകനാഥ് ഷിൻഡെയാണ്. നിലവിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയാണ്. ഇന്ന് നോക്കിക്കോളൂ, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത വിഖ്യാത ഗസൽ ഗായകൻ ആരെന്നാണ്. 2024 അന്തരിച്ച പ്രശസ്ത വിഖ്യാത ഗസൽ ഗായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ പങ്കജ് ഉദാസ് ആണ്. അപ്പൊ പങ്കജ് ഉദാസ് ഏതാണ് മേഖല എന്ന് ചോദിച്ചാൽ ഗസൽ ഗായകനാണ് പങ്കജ്. അപ്പൊ അദ്ദേഹം 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രധാന കായികങ്ങളിലോട്ട് പ്രവേശിക്കാം. 2029 ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയം വഹിക്കുന്ന നഗരം ഏതെന്നാണ്. കഴിഞ്ഞ ആഴ്ച അതിനുള്ള തീരുമാനമായിട്ടുണ്ട്. 2029 ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയം വഹിക്കുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ ചൈനയിലെ ബീജിംഗിലാണ്. ബീജിംഗ് ചൈനയാണ്.
ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 വിജയി ആരെന്നാണ്? ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 വിജയി ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമി ടീമാണ് വിജയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആർമി ടീമാണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നമ്മൾ പഠിച്ചായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിലും ലഡാക്കിലും കൂടിയാണ് ഇത് നമ്മൾ നടത്തുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഇന്ത്യൻ ആർമിയും 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് കർണാടക സ്റ്റേറ്റുമാണ്. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് കർണാടക സ്റ്റേറ്റുമാണ് ഇതിൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിന് വേദി എവിടെയെന്നാണ്? പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിന് വേദി ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയാണ്. വേദി എവിടെയാണ്? മഹാരാഷ്ട്രയാണ് വേദിയായിട്ട് വരുന്നത്. മഹാരാഷ്ട്രയാണ് അല്ലേ? നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കോട്ടയം സ്വദേശിയായ ഹരീഷ് എന്ന് പറയുന്ന വ്യക്തി അല്ലേ, ഇതൊരു ടീമിൽ അംഗമായിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിൽ വേദി ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. ഇതിൽ ഒരു മലയാളി ഇപ്പോൾ അംഗമായിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റു മലയാളികളും അംഗമാകാം. ഓക്കെ, അതും കൂടി ഒന്ന് ഓർക്കുക. അടുത്ത ദിവസം നോക്കിയുള്ളൂ. 2024 ആർച്ചറി ഏഷ്യ കപ്പിൽ വിജയി ആരെന്നാണ്? 2024 ആർച്ചറി ഏഷ്യ കപ്പിൽ വിജയി ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഇന്ത്യയാണ് വിജയിച്ചിരിക്കുന്നത്. ഇന്ത്യയാണ്. ഇനി മറ്റൊരു പ്രധാന വിജയമാണ് ഏഷ്യൻ ടീം ബാഡ്മിന്റൺ വനിതാ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ രാജ്യം ഏതെന്നാണ്? അല്ലേ, വനിതാ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്നു. ബാഡ്മിന്റണിൽ വനിതാ ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ ടീം വനിതാ ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി എന്ത് ചെയ്യുന്നു? കിരീടം നേടുകയാണ്. അപ്പോൾ ഏഷ്യൻ ടീം ബാഡ്മിന്റൺ വനിതാ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ്. ഇന്ത്യയുടെ പ്രഥമ കിരീടം കൂടിയാണ്. വേദി എവിടെയെന്ന് ചോദിച്ചാൽ മലേഷ്യയാണ് വേദിയായത്. ഓക്കെ, ഫൈനലിൽ നമ്മൾ ആരെ തോപ്പിക്കുന്നു? ഫൈനലിൽ മലേഷ്യയിൽ നമ്മൾ ആരെ തോപ്പിക്കുന്നു? തായ്ലാന്റിനെ തോപ്പിക്കുന്നു. തായ്ലാന്റിനെ. ഓക്കെ, ഇതില് ഒരു മലയാളി വനിതയും കൂടി അംഗമായിട്ടുണ്ടായിരുന്നു. ട്രിസ ജോളി എന്ന് പറയുന്ന വ്യക്തിയാണ് മലയാളി വനിത. ട്രിസ ജോളിയാണ് ബാഡ്മിന്റൺ ടീമിൽ ഉൾപ്പെട്ട മലയാളി വനിതയാണ് ട്രിസ ജോളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏഷ്യൻ ടീം ബാഡ്മിന്റൺ വനിതാ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ രാജ്യമായ ആരാണ്? ഇന്ത്യ. ഇന്ത്യയുടെ പ്രഥമ കിരീടമാണ്. വേദി മലേഷ്യയിലായിരുന്നു. നമ്മൾ ആരെ തോപ്പിക്കുന്നു? തായ്ലാന്റിനെ തോപ്പിക്കുന്നു. ടീമിൽ ഇടം നേടിയിട്ടുള്ള മലയാളി വനിത ട്രിസ ജോളിയാണ്. ട്രിസ ജോളി ഓർക്കുക. ഏതാണ് കായികയിനം? ബാഡ്മിന്റൺ ആണ് കായികയിനം. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. 2024 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ ആരെന്നാണ്? 2024 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ ലിവർപൂൾ ആണ് ചെൽസിയെ തോൽപ്പിക്കുന്നു. ലിവർപൂൾ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കളാകുന്നു. ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഏതാണ് കായികയിനമെന്ന് അറിയാം എങ്കിലും ഫുട്ബോൾ ഓർക്കുക. കായികയിനം ഫുട്ബോൾ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കോളൂ. ഈ 2ാം തവണയും ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് 8 വർഷത്തെ വിലക്ക് നേരിടേണ്ടി വന്ന താരമാരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2ാമത്തെ തവണയും ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് 8 വർഷത്തേക്ക് വിലക്ക് നേരിടേണ്ടി വന്ന താരം ചോദിക്കുകയാണെങ്കിൽ നിർമ്മല ഷിയോറൻ ആണ്. ഈ വ്യക്തിയാണ്. അത്ലറ്റിക്സ് ആണ് നിർമ്മല ഷിയോറൻ. അതോടൊപ്പം ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് നോക്കിക്കോളൂ. ഉത്തേജന പരിശോധനയിൽ പരാജയപ്പെട്ട ഇന്ത്യൻ ഹാമർ ത്രോ താരം ആരെന്നാണ്? അവർക്ക് 12 വർഷത്തെ തടവാണ് നൽകിയിരിക്കുന്നത്. 12 വർഷത്തെ വിലക്കാണ്. ആരാണ്? രചനകുമാരിയാണ്. ഈ വ്യക്തിയാണ് രചനകുമാരിയാണ്. അപ്പോൾ ഉത്തേജന പരിശോധനയിൽ പരാജയപ്പെട്ട ഇന്ത്യൻ ഹാമർ ത്രോ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് രചനകുമാരി. 2ാം തവണ ഈ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് 8 വർഷത്തെ വിലക്ക് നേരിടേണ്ടി വന്ന താരമാരാണ്? അത് നിർമ്മല ഷിയോറനാണ്. ഇവർ രണ്ടുപേരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ 2ാമത്തെ ഇന്ത്യൻ ബൗളർ ആരെന്നാണ്? അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ 2ാമത്തെ ഇന്ത്യൻ ബൗളർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് രവിചന്ദ്രൻ അശ്വിനാണ്. അല്ലെ, ആദ്യ ഇന്ത്യൻ ബൗളർ ആരാണ്? അനിൽ കുംബ്ലെയാണ്. ആദ്യ ഇന്ത്യൻ ബൗളർ അനിൽ കുംബ്ലെയും 2ാമത്തെ ഇന്ത്യൻ ബൗളർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് രവിചന്ദ്രൻ അശ്വിനാണ് 2ാമത്തെ ഇന്ത്യൻ ബൗളർ. അടുത്ത T20 മറ്റൊരു റെക്കോർഡാണ്. T20 ക്രിക്കറ്റിൽ അതിവേഗത്തിൽ 10,000 റൺസ് നേടിയ ആദ്യ താരം ആരെന്നാണ്? നിലവിൽ അതിവേഗത്തിൽ 10,000 റൺസ് നേടിയത് ആരാണ്? ബാബർ അസമാണ്. ബാബർ അസം ഏത് രാജ്യത്തിന്റെ കളിക്കാരനാണ്? പാകിസ്ഥാൻ കളിക്കാരനാണ് ബാബർ അസം.
അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അതിവേഗത്തിൽ 10,000 റൺസ് നേടുന്ന ആദ്യ താരം ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലാരാണ്? അത് ബാബർ അസമാണ്. അടുത്ത ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണെന്നാണ്. കാരണം ഇവരൊരു മലയാളിയും കൂടിയാണ്, ആശാ ശോഭന. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ വുമൺ പ്രീമിയർ ലീഗ് നടക്കുകയാണ്. മിന്നുമണി, സജിന വാതുല എന്നിവരെല്ലാം കളിക്കുകയാണ് ഇന്ത്യൻ വുമൺ പ്രീമിയർ ലീഗിൽ. അപ്പോൾ ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആശാ ശോഭനയാണ്. ആശാ ശോഭന ഏത് ടീമിന് വേണ്ടി കളിക്കുന്നു എന്ന് ചോദിച്ചാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി കളിക്കുന്ന വ്യക്തിയാണ് ആശാ ശോഭന. ഇനി ഇതാ നോക്കിക്കോളൂ അടുത്തൊരു ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ വ്യക്തി ആരെന്നാണ്. ഒരിക്കൽ കൂടി വായിക്കുന്നു. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് നിക്കോൾ ലോഫ്റ്റി ഈസ്റ്റൺ ആണ്. ഈ നിക്കോൾ ലോഫ്റ്റി ഈസ്റ്റൺ ഇദ്ദേഹം 33 പന്തിൽ നിന്നാണ് എന്ത് നേടുന്നത്? 100 നേടുന്നത്. 33 പന്തിൽ നിന്നാണ്. ഇദ്ദേഹം നമീബിയ സ്വദേശിയാണ് നിക്കോൾ ലോഫ്റ്റി ഈസ്റ്റൺ. ഏത് രാജ്യത്തിനെതിരെയാണ് ഇദ്ദേഹം 33 പന്തിൽ നിന്ന് 100 നേടി എന്ന് ചോദിച്ചാൽ അത് നേപ്പാളാണ്. നേപ്പാൾ. ഇതേ നേപ്പാളിലെ വ്യക്തിയായിരുന്ന കുശാൽ മല്ലയുടെ റെക്കോർഡാണ്. അദ്ദേഹം 34 പന്തിൽ നിന്നും 100 നേടിയ കുശാൽ മല്ലയുടെ റെക്കോർഡാണ് ആര് തകർത്തിരിക്കുന്നത്? നിക്കോൾ ലോഫ്റ്റി ഈസ്റ്റൺ തകർത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കോളൂ, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റില് ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ നിക്കോൾ ലോഫ്റ്റി ഈസ്റ്റൺ ആണ്. ഏതാണ് രാജ്യം? നമീബിയ സ്വദേശിയാണ് അദ്ദേഹം. ഏത് രാജ്യത്തിനെതിരെ കളിച്ചു എന്ന് ചോദിച്ചാൽ അത് നേപ്പാളിനെതിരെയാണ് നേടിയത്. എത്ര ബോളിൽ നിന്നായിരുന്നു? 33 ബോളിൽ നിന്നാണ് അദ്ദേഹം 100 റൺസ് നേടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ മുമ്പിലത്തെ ആഴ്ച നമ്മൾ നൽകിയ 5 ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് പോകാം. 2023 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ പുരസ്കാരം ലഭിച്ച താരം ആരെന്നായിരുന്നു? എം ശ്രീശങ്കർ ആണ്. യുനിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിദ്യാർത്ഥി അത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള എസ് ഉമയാണ്. 2023 ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ വ്യക്തി നമുക്കറിയാം, ലയണൽ മെസ്സി, അർജന്റീനിയൻ ഫുട്ബോൾ താരം. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? നമ്മൾ കേരളമാണ്. 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ പിന്നണി ഗായകൻ ആരാണ്? അത് സുരേഷ് വാഡ്കർ ആണ്. താഴെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ശരിയായ ഉത്തരങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന 5 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നോക്കാം. അതിലൊന്ന്, MS സ്വാമിനാഥൻ കാർഷികാശ്രയ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്. അപ്പൊ 2023 MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം നേടിയ വ്യക്തി. ഈ രണ്ടാമത് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ നായകനാകുന്ന ആദ്യ മലയാളി വനിത ആരെന്നാണ് ക്വസ്റ്റ്യൻ. 3, ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതെന്നാണ്. 4, അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ IFFK നമുക്കറിയാം, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ സംവിധായകൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. 5, ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിന് നൽകിയിരിക്കുന്ന പേര് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേക്കുക. മറ്റീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് നോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.